إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي نبينا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ നമ്മോട് ചൊല്ലുന്ന അഡ്വൈസ്, ഉപദേശങ്ങൾ, അത് നമ്മുടെ പേരൻസ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നമ്മളോട് ഏറെ ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ചൊല്ലിത്തരുന്നതായ ഉപദേശങ്ങൾ നമ്മളേറെ ഗൗരവത്തിലും പ്രാധാന്യത്തിലും നമ്മളത് എടുക്കാറുണ്ട്. സഹോദരങ്ങളും അതുപോലെ തന്നെ ഇണകളും മറ്റാരൊക്കെയാണോ ഗുരുനാഥന്മാരും ഉസ്താദുമാരും ഒക്കെ ചൊല്ലിത്തരുന്ന വാക്കുകളെ നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണാറുണ്ട്. എന്നാൽ അതിനേക്കാളേറെ നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതും ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ടതുമായ ഒരു വസിയത്ത് നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് നമുക്ക് ഓരോരുത്തർക്കും നൽകിയ വസിയത്താണ്. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്കിതാ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു. നിങ്ങൾ കഷ്ടപ്പെടുന്നത്, പ്രയാസപ്പെടുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു പ്രവാചകനാണത്. നിങ്ങളുടെ വിഷയത്തിൽ ഏറെ ഇൻട്രസ്റ്റ് ഉള്ള, താല്പര്യമുള്ള ഒരു പ്രവാചകനാണത്. നിങ്ങളോടേറെ കരുണയുള്ള, അനുകമ്പയുള്ള, സ്നേഹമുള്ള ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. ഓരോ നബിമാർക്കും ഉത്തരം കിട്ടുന്ന, ആൻസർ കിട്ടുന്ന ഓരോ ദുആയുണ്ട്. എല്ലാ നബിമാരും അത് അവരുടെ ചാൻസ് അത് യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ എന്റെ ചാൻസ് ഇഖ്തബഅതു ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ അത് എടുത്തു വെച്ചിരിക്കുന്നു. ശഫാഅത്തൻ ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ശഫാഅത്തിന് വേണ്ടി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ലഭിക്കാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഡ്വൈസ്, ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു എക്സാമ്പിളിലൂടെ പഠിപ്പിച്ചു. മസലി വ മസലുക്കും, എന്റെയും നിങ്ങളുടെയും എക്സാമ്പിൾ കമസലി റജുലിൻ ഔഖദ നാറ, ഒരാളെ പോലെയാണ്. അയാൾ തീ കത്തിച്ചു. ഫജഅലൽ ഫറാശു യഖന ഫീഹാ ഫഹുവ യദുബ്ബുന അൻ. അയാൾ തീ കത്തിച്ചപ്പോൾ ചെറിയ പാറ്റകളും പറവകളൊക്കെ ആ തീയിലേക്ക് വന്ന് ചാടുന്നു. ആ സമയത്ത് അയാൾ അതിനെയെല്ലാം തട്ടിമാറ്റുന്നു. അതേപോലെയാണ് വഅന ആഖിദും ബിഹുജ്സിക്കും, ഞാൻ നിങ്ങളുടെ അരക്കെട്ട് പിടിച്ച് വലിക്കുകയാണ്. വഅൻതും തഫ്ലിതൂന മിൻ യദി, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കുതറിപ്പോവുകയാണ്, പിടിവിട്ടു പോവുകയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന അഡ്വൈസ്, നബി നൽകുന്ന ഉപദേശങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതും സ്വർഗത്തിലേക്ക് നയിക്കുന്നതുമാണ്.
അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ലൈഫിലേറെ ഇമ്പോർട്ടന്റ് ആയിക്കൊണ്ട് നമ്മൾ കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സന്ദർഭത്തിൽ നൽകിയ വസിയത്ത് അസ്സലാ, നമസ്കാരം, നിസ്കാരത്തിന്റെ വിഷയം നിങ്ങൾ സൂക്ഷിക്കണേ. ഫത്തഖുല്ലാഹ് വമാ മലക്കത് ഐമാനുക്കും, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. നിങ്ങൾ ഏറ്റെടുത്ത റെസ്പോൺസിബിലിറ്റി, അമാനത്തുകൾ, സാമ്പത്തികമായോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഉത്തരവാദിത്ത റെസ്പോൺസിബിലിറ്റി കുടുംബത്തിലോ സമൂഹത്തിലോ നാട്ടിലോ എവിടെയായിരുന്നാലും നിങ്ങളുടെ ഡ്യൂട്ടികൾ നിങ്ങൾ കൃത്യമായി നിർവഹിക്കണേ. കൃത്യമായി നാളെ ആഖിറത്തിൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു നൽകുന്ന വസിയത്തുണ്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ കൂട്ടുകാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയത്ത് നൽകി. ലാ തുശ്രിക് ബില്ലാഹി ഷൈഅൻ, അബൂ ദർദാ, നിങ്ങൾ അല്ലാഹുവിൽ ശിർക്ക് വെക്കരുത്. വൈൻ ഖുത്തിഅത വൈൻ ഹദിഖത, നിങ്ങളുടെ ശരീരം ബോഡി അതിങ്ങനെ പീസ് പീസാക്കി കട്ടാക്കിയാലും തീയിലിട്ട് കരിച്ചാലും ശരി, അല്ലാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കാനോ അല്ലാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാനോ അല്ലാഹു അല്ലാത്തവർക്ക് എന്തെങ്കിലും ഇബാദത്തിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് കൊടുക്കാനോ ഒരിക്കലും പാടില്ല എന്നുള്ള തൗഹീദിന്റെ ഉറച്ച സന്ദേശം ശിർക്കിന്റെ ഗൗരവം ഉണർത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയത് വലാ തത്റക് സ്വലാത്തൻ മക്തൂബത്തൻ, നിർബന്ധമായ ഫർളായ ഒരു നിസ്കാരവും നീ ഉപേക്ഷിക്കരുത്. മുതഅമ്മിദൻ, മനഃപൂർവ്വം, ഇന്റൻഷനലി നീ നിസ്കാരത്തെ അവോയ്ഡ് ചെയ്യരുത്. ഫമൻ തറകഹ മുതഅമ്മിദൻ ഫഖദ് ബരിഅത് മിൻഹു ദിമ്മ, ആരെങ്കിലും നെഗ്ലക്റ്റ് ആയിക്കൊണ്ട് നിസ്കാരം ഉപേക്ഷിച്ചാൽ അല്ലാഹുവിൽ നിന്നുള്ള പ്രൊട്ടക്ഷനെ അവർ ഒഴിവായി, ആ കാവൽ അവന് ലഭിക്കില്ല. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയത്, മൻ സല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ ഫഹുവ ഫീ ദിമ്മത്തില്ലാ, സുബ്ഹി ജമാഅത്ത് ഒരാളെ ജമാഅത്തായതല്ലെങ്കിൽ നിസ്കരിച്ചാൽ അവൻ അതിന്റെ ടൈമിൽ നിസ്കരിച്ചാൽ അള്ളാഹിന്റെ കാവൽ ഉണ്ടാകും, രക്ഷയുണ്ടാകും, പ്രൊട്ടക്ഷൻ ഉണ്ടാകുമെന്ന് മഹാനായ രണ്ടാം ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ ദൂരെയുള്ള പ്രജകളിലേക്ക് കത്തെഴുതി കൊടുക്കാറുണ്ടായിരുന്നു. ലാ ഹംദ ഫിൽ ഇസ്ലാമി, ഇസ്ലാമിൽ യാതൊരു ഷെയറുമില്ല ലിമൻ തറക സ്വലാ, നിസ്കരിക്കാത്ത ഒരാൾ, ബാങ്ക് കേട്ടിട്ടും പള്ളിയുമായി മസ്ജിദുമായി ഒരു ബന്ധവുമില്ലാതെ നിസ്കരിക്കാൻ വരാത്ത ആൾക്ക് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു എല്ലാവർക്കും എഴുതി കൊടുക്കാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, നമ്മൾ ഈ ഖുതുബയിൽ പ്രധാനമായും കൃത്യമായി ഇന്നവലമായി ഹാസബു ബിഹിൽ അബ്ദ് യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഓരോ അടിമയും ഒന്നാമതായി ഹിസാബ് നടത്തപ്പെടുന്ന വിഷയം നിസ്കാരമാണ്. എന്തേ ഇതിങ്ങനെ റിപ്പീറ്റ് ആക്കി ചൊല്ലുന്നത്? അത് ശരിയായാൽ ഫൈൻ സലഹത്ത്, അത് നന്നായാൽ ബാക്കിയുള്ളതെല്ലാം ഖദ് അഫ്ലഹ വഅൻജഹ, അവൻ രക്ഷപ്പെട്ടു, വിജയിച്ചു. അത് ശരിയല്ലോ, ഒരാളുടെ നിസ്കാരം കറക്റ്റ് അല്ലേ, ബാക്കിയുള്ള അമലുകളൊക്കെ തന്നെ അവിടെ നിർത്തപ്പെടും. ആദ്യമായി നിസ്കാരമാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതുപോലെ എങ്ങനെയാണോ അതിന്റെ റൂഹ് ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ചെയ്യണം. അതിൽ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഖുശൂ ആണ്. ഖുശൂ എന്ന് പറഞ്ഞാൽ മനസ്സാന്നിധ്യത്തോടുകൂടി അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടു കൂടിയുള്ള നിസ്കാരം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം ചൊല്ലുന്നു, ഫസലാത്തു ബിലാ ഖുശൂഇൻ വലാ ഹുദൂർ, മനസ്സിവിടെയില്ല, ഖൽബിവിടെയില്ല, ഖുശൂ ഇല്ലാത്ത നിസ്കാരം കബദനിൻ മയ്യിത്തിൻ ലാ റൂഹ ഫീഹി, ഒരു ആത്മാവില്ലാത്ത റൂഹില്ലാത്ത ബോഡി, ഡെഡ് ബോഡി പോലെയാണ്. അതേപോലെയുള്ള നമസ്കാരം ആണോ എന്റേതും നിങ്ങളുടേതും എന്ന് നമ്മളൊന്ന് ആലോചിക്കുക. എത്തരത്തിലുള്ള നിസ്കാരമാണ് നമ്മളൊക്കെ നിർവഹിക്കുന്നത് എന്നത് നമ്മൾ ആലോചിക്കുക. അത്രയും പ്രാധാന്യം ഖുശൂഇനുണ്ട്. ഒന്നാമതായി ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യമായി പിടിക്കപ്പെടുന്നത് അൽ ഖുശൂ, അത് ഭയഭക്തിയാണ്. നിസ്കാരത്തിൽ ഒരു ഖുശൂ, അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നു, റബ്ബിനോടുള്ള ഒരു മുനാജാത്താണ്, ഒരു കോൺവെർസേഷൻ ആണ് എന്ന് ഓർമ്മയില്ലാതെ എന്തൊക്കെയോ ചെയ്തു പോകുന്ന ഒരവസ്ഥയാകും കാണുക. ലാ തറാ ആഖാശിയൻ, പള്ളിയിൽ കയറിയാൽ ഖുശൂ ഉള്ള ഒരാളെയും നിനക്ക് കാണാൻ സാധ്യമല്ല. അങ്ങനെയുള്ള നിസ്കാരക്കാരായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരിക്കൽ ഒരു സ്വഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് അല്ലിംനി വഉജിസ്, നബിയെ എനിക്ക് പഠിപ്പിച്ചു തരണം. പക്ഷെ അതെന്തായിരിക്കണം? എല്ലാം ഉൾക്കൊണ്ട ഒരു വളരെ ഷോർട്ടായിട്ടുള്ള എന്നാൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു നല്ല അഡ്വൈസ് ആയിരിക്കണം, എനിക്ക് പഠിപ്പിക്കണം. നോക്കൂ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് കേൾക്കുന്നത് സ്വഹാബികൾ, എന്നെ പഠിപ്പിക്കണം നബിയെ, വളരെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം ഷോർട്ടാക്കിയിട്ട് പഠിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു. ഇദാ കുൻത ഫീ സ്വലാതിക,
ഫസല്ലി സ്വലാത മുവദ്ദിഇൻ, നീ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ വിട പറയുന്നവന്റെ നമസ്കാരം നിർവഹിക്കുക. എന്താണത്? യാത്ര ചൊല്ലിപ്പോകുന്ന, ഇനിയൊരു നിസ്കാരം എനിക്കില്ല, ഒരു ചാൻസ് ഇല്ല, ഇതെന്റെ ലാസ്റ്റ് നമസ്കാരമാണ് എന്ന ഒരു മനസ്സോടുകൂടി നീ നിസ്കരിക്കാൻ നിൽക്കുക. നോക്കൂ സഹോദരങ്ങളെ, ഖുശൂ ഉണ്ടാവാൻ എന്തൊക്കെയാണ് പല ആൾക്കാരുടെയും കംപ്ലൈന്റ് അതാണ്. എന്താ? നിസ്കരിക്കാൻ നിന്നാ പിന്നെ എവിടെയൊക്കെയോ പോയി വരുന്നു. എല്ലാ നാട്ടിലും പോയി ജമാഅത്തായിട്ടാണെങ്കിലും അതുപോലെ തന്നെ സ്വന്തമായിട്ട് നിസ്കരിക്കുകയാണെങ്കിലും ഒരു മനസ്സാന്നിധ്യമില്ല എന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഡ്വൈസ് ചെയ്തത് എന്താ? നീ നിസ്കരിക്കാൻ നിന്നാൽ യാത്ര ചൊല്ലിപ്പോകുന്ന ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണ്, അടുത്തൊരു നിസ്കാരത്തിന് എനിക്ക് ചാൻസ് ഇല്ല എന്നതുപോലെ നീ നമസ്കരിക്കുക. മറ്റൊരു ഉപദേശം നൽകിയത് വലാ തകല്ലം ബികലാമിൻ തഅ്തസിറു മിൻഹു, നീ സംസാരിക്കരുത് ജനങ്ങളോട്. എങ്ങനെ? ഒരു വാക്ക് ചൊല്ലിയിട്ട് അത് പറഞ്ഞു പോയിട്ട് പിന്നീട് അത് ഒരു എക്സ്ക്യൂസ് കേൾക്കുന്ന, പക്ഷെ വേണ്ടില്ലായിരുന്നു, ഞാനത് പറഞ്ഞത് തപ്പായി പോയി, പിന്നീട് അയാളോട് പിന്നെ ഒരു മാഫ് കേൾക്കുന്ന, ഒരു എക്സ്ക്യൂസ് കേൾക്കുന്ന സംസാരം നീ ഒരിക്കലും നിന്റെ വായിൽ നിന്നുണ്ടാവരുത്. അപ്പൊ ഏറെ ജാഗ്രതയോടുകൂടി വേണം നമ്മൾ സംസാരിക്കാൻ. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, എല്ലാം ഷോർട്ടാക്കിയിട്ട് മനുഷ്യ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഒന്ന് നമസ്കാരം, മറ്റൊന്ന് നമ്മുടെ നാവിനെ സൂക്ഷിക്കണം, മറ്റൊന്ന് മൂന്നാമതായി നൽകിയത് ജനങ്ങളുടെ കയ്യിലുള്ളതിനെ കുറിച്ച് നീ വിട്ടേക്കുക. എന്ത്? അതിനെക്കുറിച്ച് ആശിക്കേണ്ടതില്ല, നീ അതിന്റെ നിരാശയാകുക. ജനങ്ങളുടെ കയ്യിലുള്ള നോക്കണ്ട, നീ റബ്ബിനോട് ചോദിക്കോ. സദാസമയവും റബ്ബ് സുബ്ഹാനഹു വ തആല റെഡിയാണ്. മയ്യസ്തഗ്ഫിറുനി മയ്യസ്അലുനി, ആരും എന്നോട് തേടാൻ, ആരും ഇസ്തിഗ്ഫാർ നടത്താൻ. നീ ജനങ്ങളുടെ കയ്യിലുള്ള സ്വത്ത് നോക്കേണ്ടതില്ല, സമ്പത്ത് നോക്കേണ്ടതില്ല. ഏതൊരു വിഷയത്തിനും നമ്മൾ എന്താ? സാമ്പത്തികമായ പ്രയാസം, നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുക, റബ്ബിനോട് തേടുക, റബ്ബ് ഒരു മാർഗം കാണിച്ചു തരും. അല്ലാഹുവിൽ തഖ്വ വെച്ചുകൊണ്ട് റബ്ബിൽ തവക്കുലാക്കി കൊണ്ടുപോയാൽ റബ്ബ് ഒരു മാർഗം കാണിക്കും. അതിന്നില്ലാതെ പോകുന്നത് അതാണ്. എന്ത് വന്നാലും എന്താ? ബേജാറായി പോകുന്നു. എന്നാൽ എനിക്ക് എന്റെ റബ്ബുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ സഹോദരങ്ങൾ ഒന്നും പേടിക്കേണ്ടതില്ല. ഈ മൂന്ന് അഡ്വൈസസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, സത്യവിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അവർ വിജയിക്കാനുള്ള കാരണം എന്താണ്? അവരവരുടെ നിസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്. റബ്ബുമായുള്ള ഒരു മുനാജാത്താണ്, ഒരു സംഭാഷണമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഹുദൂറും ഹുദൂറും അതിന്റെ ഖുശൂവുമെല്ലാം മനസാന്നിധ്യത്തോടു കൂടി അവൻ നിൽക്കുന്നത് റബ്ബിന്റെ മുമ്പിൽ. ചിരിയോ കളിയോ തമാശയോ അല്ല ഇത് വലിയൊരു മഹത്തായ ഇബാദത്താണ് എന്ന ബോധത്തോടു കൂടിയാണ് അയാൾ നിസ്കരിക്കാൻ നിൽക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ സഹാബത്ത് സലഫുകളുടെ നമസ്കാരം എത്രത്തോളമായിരുന്നു എന്നൊരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ജനങ്ങളുമായി ഇമാം നിന്നുകൊണ്ട് നിസ്കരിക്കുകയുണ്ടായി. അയാൾ ഷോർട്ടായിട്ടാണ് നിസ്കരിച്ച്. അപ്പോ ജനങ്ങൾക്കത് ഇയാൾ എന്താ വേഗം നിർത്തിയല്ലോ നിസ്കാരം, വേഗം കഴിഞ്ഞിട്ടുണ്ടല്ലോ നിസ്കാരം എന്ന് തോന്നിപ്പോയി. അപ്പൊ അയാൾ ചോദിച്ചു, അല്ല ഞാൻ റുക്കൂഉം സുജൂദും ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവർ ചൊല്ലി, അതെ റുക്കൂഉം സുജൂദൊക്കെ ഉണ്ട്, പക്ഷെ സാധാരണ പോലെ നിങ്ങൾ നിസ്കരിക്കുന്ന പോലെയല്ല, നിങ്ങൾ വേഗം നിസ്കരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം ചൊല്ലിയത്, അമ്മ അന്നി ദഅഉതു ഫീഹാ ബിദുആഇ, എന്നാൽ ഞാൻ ഈ നിസ്കാരത്തിൽ ഒരു ദുആ ചൊല്ലി. ബിദുആഇൻ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്ന ഒരു ദുആ ഞാൻ ഈ നിസ്കാരത്തിൽ ചൊല്ലിയിട്ടുണ്ട് എന്ന്. അപ്പോ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന മഅ്മൂമിങ്ങളിൽ ഒരാൾ ചോദിച്ചു, അതല്ല നിങ്ങൾ ഏത് ദുആയാണ് ചൊല്ലിയത്? അപ്പൊ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ചൊല്ലിക്കൊടുക്കുകയാണ്, اللهم بعلمك الغيب وقدرتك على الخلق أحيني ما علمت الحياة خيرا لي وتوفني إذا علمت الوفاة خيرا لي وأسألك خشيتك في الغيب والشهادة وكلمة الإخلاص في الرضا والغضب وأسألك نعيما لا ينفد وقرة عين لا تنقطع وأسألك الرضا بالقضاء وبرد العيش بعد الموت ولذة النظر إلى وجهك والشوق إلى لقائك وأعوذ بك من ضراء مضرة وفتنة مضلة اللهم زينا بزينة الإيمان واجعلنا هداة مهتدين. ഇതാണ് ചൊല്ലിയത്. നമുക്കെന്താ തോന്നുന്നത്? ഇത്ര വലിയ ദുആ ചൊല്ലിയിട്ട് തശഹുദിലാണ് ഓതിയത്, എന്നിട്ടും ഇയാൾ നിസ്കാരം ഷോർട്ടായി പോയി എന്നാണ് ആ കൂടെ ഉണ്ടായിരുന്ന മഹ്മൂമുകൾക്ക്. നോക്കൂ സഹോദരങ്ങളെ, നമുക്കൊക്കെ എന്താണ്, വേഗം തീർത്തിട്ട് പോകണം. കുറച്ചൊന്ന് എന്തെങ്കിലും ദുആകൾ ഏറെ ചൊല്ലിയാൽ, ജാസ്തി ചൊല്ലിയാൽ പിന്നെ നമുക്ക് ബേജാറാണ്. അങ്ങനെയല്ല,
സ്വഹാബത്ത് അവർ നിസ്കരിച്ചത് ആ ഒരു ഈമാനും ഇഖ്ലാസും ഒക്കെ ഇത് ആഖിറത്തിലേക്ക് എനിക്ക് ഫായിദ ഉണ്ടാക്കുന്ന, ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു നിസ്കാരമായിരിക്കണം എന്നുള്ള രൂപത്തിലാണ്. അതാണ് സഹോദരങ്ങളെ, ഖുശൂ ഇല്ലാത്ത നിസ്കാരം അത് റൂഹില്ലാത്ത മയ്യിത്ത് പോലെയാണ്. അതുകൊണ്ട് യാതൊരു ഫായിദയുമില്ല. അതുകൊണ്ട് നിസ്കരിക്കുന്നുണ്ടോ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക, അതല്ലാതെ യാതൊരു ഫായിദയും അതുകൊണ്ടില്ല. രണ്ടാമത്തെ ഒരു വിഷയം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില വിരോധങ്ങൾ, നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ലാത്തതായ ചില കാര്യങ്ങൾ. അത് ചില ജീവികളോട്, ചില ജാൻവറുകളോട് കമ്പയർ ചെയ്തുകൊണ്ടാണ്, അത് ഉപമിച്ചുകൊണ്ടാണ് ആ ഹദീസുകളിൽ അത് വന്നിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നുണ്ട്, നഹാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം, മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വിരോധിക്കുകയുണ്ടായി. അതെന്താണ്? നഖറത്തുൻ കനഖറത്തി ദീഖി, അന്നഖറത്തിൻ കനഖറത്തി ദീഖി, കോഴി ഒന്നുന്നത് പോലെയുള്ള നിസ്കാരം. മറ്റൊന്ന് ഡോഗ് കിടക്കുന്നത് പോലെയുള്ള നിസ്കാരം. ഫോക്സ്, കുറുക്കൻ തിരിഞ്ഞു നോക്കുന്ന പോലെയുള്ള നിസ്കാരം. നിസ്കാരത്തിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അത് പല ജീവികളോടും സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അസ്ബഹുന്നാസി സരിഖതൻ അല്ലദീ സരിഖ ഫീ സ്വലാത്തി, ഏറ്റവും വലിയ കള്ളനാരാണ്? അയാൾ നിസ്കാരത്തിൽ കക്കുന്ന ആളാണ്. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വകൈഫ യസ്രിഖു മിൻ സ്വലാത്തി, നിസ്കാരത്തിൽ എങ്ങനെയാണ് കക്കുന്നത് അയാള്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുതിമ്മ റുകൂഅഹ വലാ സുജൂദഹ, അയാളുടെ റുകൂഉം സുജൂദൊന്നും കംപ്ലീറ്റ് ആക്കുന്നില്ല. ലാ യുഖീമു സുൽബഹു ഫി റുകൂഇ വസ്സുജൂദ്, റുകൂഇലും സുജൂദിലൊന്നും അയാളുടെ മുതുക് നേരെയാക്കുന്നില്ല. അയാൾ എന്തൊക്കെയോ ബുദ്ധിമറിഞ്ഞ് ചെയ്തിട്ട് പോവുകയാണ്, ആർക്കൊക്കെയോ വേണ്ടി. സഹോദരങ്ങൾ, അത് നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താണ്? സുജൂദിൽ ബറാഅ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇദാ സജദ്ത ഫളഅ കഫൈക വർഫഅ മിർഫഖൈ, നമ്മൾ സുജൂദ് ചെയ്യുകയാണെങ്കിൽ കൈ, ഈ കഫ്, ഈ പാമിങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ഈ എൽബോ, ഈ ദിറാഅ്, ഈ കൈ ഇങ്ങനെ ഉയർത്തി വെക്കണം എന്നുള്ളതാണ്. അതേപോലെയാണ് സുജൂദിൽ നിൽക്കേണ്ടത്. അത് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒരേപോലെയാണ്. ഉലമാക്കൾ വിശദീകരിച്ചു, ഫസുന്നതു അൻ യർഫഅ മിർഫഖൈഹി സവാ അർറജുൽ അവിൽ മർഅ, ആണാവട്ടെ പെണ്ണാവട്ടെ സുജൂദിൽ കിടക്കുമ്പോൾ കൈ ഇങ്ങനെ കുത്തിയിട്ട് ഈ എൽബോ, ഈ കൈമുട്ടുകൾ എന്താക്കണം? ഉയർത്തി വെക്കണം. യർഫഉ ദിറാഇഹി അനിൽ അർദ്, അതിങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ പരത്തി വെക്കാൻ പാടില്ല. വയഅ്തമിദു അലാ കഫൈഹി, രണ്ട് ഈ പാമിൽ കൈപ്പത്തിയിലാണ് ഡിപെൻഡ് ചെയ്യേണ്ടത്. ഹാല സുജൂദ് ഹാദിഹി സുന്ന, സുജൂദിന്റെ സന്ദർഭത്തിൽ. ഉബിർതു അൻ അസ്ജുദ അലാ സബഅതി ആവുമിൻ, 7 ഓർഗൻസിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി. എന്താണ്? അൽ ജബ്ഹ, ഫോർഹെഡ്, വഅശാറ ഇലാ അൻഫിഹി, മൂക്കിലേക്ക് ചൂണ്ടി. ഈ നെറ്റിയും അതുപോലെ തന്നെ മൂക്കും നിലത്ത് ടച്ച് ആവണം, എന്നാലേ സുജൂദ് ശരിയാവുള്ളൂ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ചൊല്ലുന്നുണ്ട്, ഈ സ്പെക്സ് വെച്ച ആളുകൾക്ക് അത് നമ്മുടെ മൂക്കും ഈ ഫോർഹെഡും അത് ടച്ച് ആകുന്നില്ലെങ്കിൽ അയാൾ അതെന്താണ് അഴിച്ചു വെച്ചിട്ട് വേണം സുജൂദ് ചെയ്യാൻ. അത്രത്തോളം സൂക്ഷ്മതയോടെ കൂടിയാണ് സഹോദരങ്ങളെ ഉലമാക്കൾ നിസ്കാരത്തിന്റെ വിഷയം വിശദീകരിച്ചിട്ടുള്ളത്. പണ്ഡിത ലോകത്ത് കാണാം, ഏറ്റവും കൂടുതൽ ഉദ്ദഈബാത്തുകൾ, ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുന്ന നിസ്കാരത്തിന്റെ മസലയുടെ വിഷയത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് പഠിക്കണം കൃത്യമായി. എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചത്? ആയിഷ റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിസ്കാരത്തിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കുക? പല ആൾക്കാരും അങ്ങനെ നിസ്കരിക്കാൻ നിന്നാൽ പിന്നെ അയാൾ അങ്ങോട്ട് നോക്കുന്നു, ഇങ്ങോട്ട് നോക്കുന്നു. എവിടേക്കാണ്? സുജൂദിന്റെ സ്ഥലത്തേക്കാണ് നോക്കേണ്ടത്. തശഹുദിലാണെങ്കിൽ കൈവിരൽ ഇങ്ങനെ ചൂണ്ടിയാൽ ആ കൈവിരലിലേക്കാണ് നോക്കേണ്ടത്. എങ്ങനെയെങ്കിലും നിസ്കരിച്ചു പോയതുകൊണ്ട് സഹോദരങ്ങളെ അതിന്റെ സവാബ് ലഭിക്കുകയില്ല. ആയിഷ റളിയല്ലാഹു തആല ചൊല്ലുന്നു, സഅലത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഇൽതിഫാതി ഫിസ്സലാ, നിസ്കാരത്തിൽ ഇങ്ങനെ ടേൺ ചെയ്യുന്നതിന്റെ വിഷയത്തിൽ കേട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഖ്തിലാഫൻ യഖ്തലിസുഹു ശൈത്താനു മിൻ സലാത്തിൽ അബ്ദ്, ഒരു അടിമയുടെ നിസ്കാരത്തിൽ ശൈത്താൻ കട്ടെടുക്കുന്നതാണത്. ഖിൻസിബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശൈത്താനുണ്ട്. ആ ശൈത്താന്റെ പണി തന്നെ എന്താണ്? നിസ്കരിക്കുന്ന ആളുകളെ വസ്വാസാക്കുക, നിസ്കരിക്കുന്ന ആളുകളെ ശ്രദ്ധ തെറ്റിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ജാഗ്രതയോടുകൂടി നിസ്കാരത്തിന്റെ വിഷയങ്ങൾ പഠിപ്പിച്ചു. അതേപോലെ തന്നെ സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത് എന്ന് പറഞ്ഞു. ഇദാ സജദ അഹദുകും ഫലാ യബ്റുക് കമാ യബ്റുകുൽ ബഈർ, ക്യാമൽ ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ, അത് നാൽക്കാലിയാണ്, ആ ജാൻവർ മുട്ടുകുത്തുന്ന പോലെ മുട്ടുകുത്തരുത്. പിന്നെയോ രണ്ട് കൈകൾ വെക്കണം സുജൂദിലേക്ക് പോകുമ്പോൾ.
കാൽ വിട്ട് വെക്കുന്നതിന് മുമ്പ് ആദ്യം 2 കൈകളാണ് വെക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഖുശൂ ഇല്ലാതെ അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ അല്ലാതെയാണ് നമ്മൾ നിസ്കരിക്കുന്നത് എങ്കിൽ അതിന് പിന്നെ വേണ്ടത്ര ഫലം കിട്ടുകയില്ല, സവാബ് കിട്ടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന റജുല ലയുസല്ലി 60 സന, ഒരാൾ 60 വർഷം നിസ്കരിക്കുന്നു, വമാ തുഖ്ബലു ലഹു സലാത്തൻ, അയാൾ ഒരു നിസ്കാരം അല്ലാഹു കബൂലാക്കുകയില്ല. എന്തേ? ലഅല്ലഹു യുതീമു റുകൂ വലാ യുതീമു സുജൂദ്. ചില സമയത്ത് റുകൂ സമാവും, പക്ഷേ സുജൂദ് സമാവും. ചില സമയത്ത് സുജൂദ് സമാവും, റുകൂ സമാവും ഇല്ല. അങ്ങനെ എന്തൊക്കെയോ കോഴി കൊത്തുന്നത് പോലെ ഒന്ന് കുമ്പിട്ട് കുത്തിമറിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് നമ്മുടെയൊക്കെ നമസ്കാരമെങ്കിൽ സഹോദരങ്ങളെ, നമ്മളത് വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ജമാഅത്തിന്റെ വിഷയത്തിലും എല്ലാം വെള്ളിയാഴ്ച ജുമാ ദിവസത്തിൽ മാത്രമല്ല, ഒരു മുസ്ലിമാണോ എങ്കിൽ അവന് ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ എന്ന വിളി കേൾക്കുന്നുണ്ടെങ്കിൽ അവൻ വരണം ജമാഅത്തിന് വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ സല്ല ലില്ലാഹി 40 യൗമൻ ഫീ ജമാഅത്തിൻ യുദ്രികു തക്ബീറത്തുൽ ഊല. 40 ദിവസം ഒരാൾക്ക് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടിയിട്ട് ജമാഅത്തോടുകൂടി ഫസ്റ്റ് തക്ബീർ കിട്ടി ജമാഅത്തോടുകൂടി അയാൾ നിസ്കരിച്ചാൽ കുതിബത് ലഹു ബറാഅത്താനി, അവന് 2 ബറാഅത്തുകൾ, 2 കാര്യത്തിൽ നിന്ന് അവനെ ദൂരെയാക്കപ്പെടുന്നതാണ്. എന്താ? ബറാഅത്തുൻ മിനൻ നാർ ബറാഅത്തുൻ മിനൻ നിഫാഖ്, നരകത്തിൽ നിന്ന് അയാളെ ദൂരെയാക്കും. സഹോദരങ്ങളെ, ഇത് ഈ ഒരു ഇബാദത്ത് ഇത് നമ്മൾ നെഗ്ലക്റ്റ് ആക്കിയാൽ പിന്നെ കൈ കടിക്കേണ്ടി വരും, വിരൽ കടിക്കേണ്ടി വരും. നമ്മുടെ കൂട്ടുകാരോ ഫ്രണ്ട്സോ അതല്ലെങ്കിൽ ആരോടെങ്കിലും ടൈം പാസ് ആക്കിയിട്ട് മാർക്കറ്റിൽ നിന്ന് അതല്ലെങ്കിൽ നിസ്കാരത്തിന്റെ സമയത്താണ് ബാങ്ക് കേട്ടാലാണ് ചില ആൾക്കാർ, ശൈത്താനാണ് ബാങ്ക് കേട്ടാൽ പിന്നെ ഓടുന്നത് മസ്ജിദിൽ നിന്ന്. അപ്പൊ എവിടെയെങ്കിലും ഇരിക്കുമ്പോ ബാങ്ക് കേട്ടാൽ പിന്നെ വേഗം പോകും ഔത്തില്. അല്ല, മസ്ജിദിലേക്ക് വരാനാണ് വിളിക്കുന്നത്. അവിടെയാണ് നിങ്ങളുടെ വിജയമുള്ളത്, രക്ഷയുള്ളത്. അതാണ് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും സമാധാനം ലഭിക്കുന്ന ഒരു കാര്യം സഹോദരങ്ങൾ. അതുകൊണ്ട് നിഫാഖില്ലാതെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ചെയ്യുന്ന അമലുകളിൽ തൗഹീദ് കഴിഞ്ഞാൽ, ഈമാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം ഈ ഒരു നമസ്കാരത്തിന്റെ വിഷയമാണ് എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിസ്കാരം ഒഴിവാക്കുന്ന, അത് ജമാഅത്തിന്റെ പ്രാധാന്യം പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരം ഒഴിവാക്കുന്ന ആൾക്ക് അയാള് ഇസ്ലാമിക രാജ്യത്തിലാണെങ്കിൽ അയാളെ തലവെട്ടണമെന്നാണ്. സഹോദരങ്ങളെ, നമ്മൾ നിസ്കാരം ഒഴിവാക്കുന്നില്ലെങ്കിലും ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ, നിസ്കരിക്കുന്നവർക്ക് നാശം. എന്താ? ഇങ്ങനെ നെഗ്ലക്റ്റ് ആയി അശ്രദ്ധമായി നിസ്കരിക്കുന്നു, ആർക്കൊക്കെയോ വേണ്ടി നിസ്കരിക്കുന്നു. അതല്ല, നമ്മൾ ആ തർബിയത്ത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളിലും എല്ലാം അത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഉലമാക്കൾ ആ വിഷയത്തിൽ ഏറെ പഠിപ്പിച്ചിട്ടുണ്ട്. ലാ യഖ്ബലു മിനൽ അബ്ദി ശൈഉൻ മിൻ അമാലി, ഒരു അടിമയുടെ അമലിൽ നിന്ന് ഒന്നും തന്നെ കബൂലാക്കില്ല. നിസ്കരിക്കാത്ത ഒരാളിൽ നിന്ന് അയാളുടെ സ്വതക്കയോ അയാളുടെ ഹജ്ജോ അയാളുടെ നോമ്പോ അയാളുടെ ജിഹാദോ ഒരു അമലും കബൂലാക്കില്ല. ഇതാണ് മിഫ്താഹ്. അവന്റെ വിജയത്തിന്റെ ക്യാപിറ്റൽ, അതിന്റെ ഹെഡ് എന്താണ്? നിസ്കാരം എന്നുള്ളതാണ്. അൽഅഹ്ദുല്ലദീ ബൈനനാ വബൈനഹും സ്വലാ വമൻ തറകഹാ ഫഖദ് കഫറ. നമ്മളും കാഫിറുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് നമസ്കാരമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമ്മൾ ജാഗ്രത പുലർത്തുക. ഒരു ഇസ്തിഖാമത്തോടുകൂടി അല്ലാഹു കബൂലാക്കുന്ന രൂപത്തിൽ ഖുശൂഅോടുകൂടി ഖുദൂഅോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ഇബാദത്ത് നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് അലാ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയിനാ റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇത്രത്തോളം സൗഭാഗ്യമുള്ള, സന്തോഷമുള്ള, ആനന്ദമുള്ള ഒരു ലൈഫ് മുസ്ലിമിനല്ലാതെ ഇല്ല. ജുമഅയിൽ ഖുതുബ ശ്രമിക്കാനും അല്ലാഹുവിന്റെ കലാമ് അത് ഓതാനും പഠിക്കാനും ഒക്കെ തൗഫീഖ് കിട്ടിയ മുസ്ലിങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകൾ യഅ്കുലൂന കമാ യഅ്കുലുൽ അൻആം, ജാനുവറുകൾ തിന്നുന്നത് പോലെ യതമത്തഊന, അവർ ആസ്വദിച്ച് അങ്ങനെ പോകുന്നു. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സൗഭാഗ്യം, സന്തോഷം അത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ, ദുനിയാവിലും ആഖിറത്തിലും അത് കിട്ടണമെങ്കിൽ അത് കൃത്യമായി നമ്മുടെ അകങ്ങളിൽ അത് പ്രാക്ടിക്കലായിട്ട് ഉണ്ടാവണം. നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കളുമൊക്കെ വജഅല്ലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തതാണ്, റബ്ബേ, ഏത് സമയത്തും മരിക്കും, എന്റെ കാലശേഷവും എന്നെ കുറിച്ച് നല്ലത് ചൊല്ലുന്ന ആളുകൾക്കിടയിൽ നല്ലത് ചൊല്ലുന്ന അയാള്, ആ ബാപ്പ ഞങ്ങളെ അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ട്
ആ ഉമ്മ ഞങ്ങളെ അങ്ങനെ ചൊല്ലി പഠിപ്പിച്ചത് കൊണ്ട് അൽഹംദുലില്ലാ ഉമ്മാക്കും ബാപ്പാക്കും സ്വർഗ്ഗം കൊടുക്കണേ. അതല്ല, എന്റെ ബാപ്പയാണ് എന്നെ റബ്ബന അരിനല്ലദീനി അളല്ലാന മിനൽ ജിന്നി വൽ ഇൻസ് നജ്അൽഹുമാ തഹ്ത അഖ്ദാമിന. ഈ മനുഷ്യരും ജിന്നുകളിൽപ്പെട്ട ഈ ആരാണോ തെറ്റിച്ചത് അവർക്ക് എല്ലാ ദുനിയാവിന്റെ കാര്യങ്ങളൊക്കെ നൽകി ടിഫിൻ ബോക്സ് റെഡിയാക്കി കൊടുക്കുന്നു, ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നു, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. പക്ഷേ മുറു ഔലാദക്കും ബിസ്സലാത്തി വഹും അബ്നാഇ സബ്ഇ സിനീൻ, 7 വയസ്സായിട്ട് നിസ്കരിക്കാൻ വേണ്ടി ചൊല്ലാത്ത, പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാത്ത, ഖുർആൻ പഠിപ്പിക്കാത്ത, ദീനിന്റെ ഒരു കാര്യവും പഠിപ്പിക്കാത്ത, ദീനുമായി ഒരു ബന്ധവുമില്ലാത്ത അങ്ങനെയുള്ള ഒരു ലൈഫാണ്, ഒരു കുടുംബമാണ് നമുക്ക് എങ്കിൽ സഹോദരങ്ങളെ, അതുകൊണ്ട് ഖസിറത്ത് ദുനിയ വൽ ആഖിറ, നമ്മളും നമ്മുടെ മക്കളും എല്ലാം നശിപ്പിച്ചു. നമ്മളാണ് അതിന് കാരണക്കാര്. മക്കളുള്ള ആളുകള്, കുടുംബം നയിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും മനസ്സിലാക്കേണ്ടതാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? സുബഹി കഴിഞ്ഞ് പുറത്തൊക്കെ പോയി വന്ന് അപ്പൊ വൈഫ് എന്താ അവിടെ നിസ്കരിക്കുന്ന സ്ഥലത്ത് തന്നെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അല്ല ഞാൻ പോയപ്പോ നീ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ, നീ എന്താ? ഞാൻ ദിക്റൊക്കെ ചൊല്ലിയിട്ടിരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്ക, ഞാൻ അവിടുന്ന് പോയിട്ട് ഞാനൊരു ദിക്ർ ചൊല്ലി, നീ ചൊല്ലിയ എല്ലാ ദിക്റും കൂടി കൂട്ടിയാൽ ഇതിന്റെ അത്ര എത്തുകയില്ല. ഏതാണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സ്വന്തം ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ നോക്കൂ, മക്കളെയൊക്കെ അടുത്തിരുത്തിട്ട് പഠിപ്പിക്കണം. അതാണ്, മക്കൾ അങ്ങനെ പഠിക്കും. അങ്ങനെയുള്ള ഒരു പൊരയാണെങ്കിൽ, ഒരകാണെങ്കിൽ മക്കൾ പഠിക്കും. ഭക്ഷണം കഴിക്കാൻ നേരത്തെ ബിസ്മില്ലാ, റൈറ്റ് ഹാൻഡ് കൊണ്ട് തിന്ന്, നിന്റെ സൈഡിൽ തിന്ന്. ഉമ്മമാരാണ് മാതൃക, വാപ്പമാരാണ് അതിന് റോൾ മോഡൽ ആവേണ്ടത്. മക്കളൊക്കെ അങ്ങനെ പഠിക്കും. വാങ്ക് കേട്ടാൽ അതെ സ്വലാത്തു ചൊല്ലണം, അല്ലാഹു റബ്ബ ഹാദിഹി ദഅവത്തി താമ വസ്സലാത്തുൽ ഖായിമ, അത് ഉമ്മയും ബാപ്പയും ചൊല്ലിയാലേ മക്കളത് പഠിക്കൂ. വീട്ടിൽ ഖുർആൻ ഓതുന്നുണ്ടെങ്കിൽ മക്കളത് പഠിക്കൂ. ഉറങ്ങാൻ കിടക്കുമ്പോൾ മൊബൈൽ നോക്കിയിട്ട് എല്ലാ റീൽസും കണ്ട് അത് അങ്ങനെയാണ് പോയി ശൈത്താന്റെ കൂടെയാണല്ലോ ഉറക്കമെങ്കിൽ സഹോദരങ്ങളെ, ഇതൊന്നും നമുക്ക് യാതൊരു ഫായ്ദ ഉണ്ടാക്കി. അതല്ല, മക്കൾക്ക് നല്ലൊരു ഇത് പഠിപ്പിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തെല്ലാം ദിക്റുകളുണ്ട്, എന്തെല്ലാം സൂറത്തുകൾ ചൊല്ലാനുണ്ട്. അതെ, സ്വഹാബത്തൊക്കെ അവര് ദർസിൽ കടത്തിയിട്ടല്ല പഠിപ്പിച്ചത്, പിന്നെയോ അവർ ഉമ്മയും ബാപ്പയും പഠിപ്പിച്ചു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മകളുടെയും മരുമകന്റെയും ബെഡ്റൂമിലേക്ക് കടന്നു ചെന്നുകൊണ്ട് അതെ ജീവിത കഷ്ടപ്പാടുകൾ കംപ്ലൈന്റ് ചൊല്ലിയവരോട് ഉറങ്ങാൻ കിടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് 33 ടൈംസും അല്ലാഹു അക്ബർ 34 ടൈംസും ചൊല്ലണമെന്ന് പഠിപ്പിച്ചു മകൾക്കും മരുമകനും. ഏത് അംഗങ്ങളിലെ സഹോദരങ്ങളെ ഇങ്ങനെ ദീനിയായ ഡിസ്കഷൻ ഉള്ളത്? ഉറങ്ങാൻ കിടക്കുമ്പോൾ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ, സൂറത്തു മിനൽ ഖുർആനി 30 ആയ, ഖുർആനിൽ ഒരു സൂറത്തുണ്ട് 30 ആയത്താണ്. തുശ്ഫഉ ലിസാഹിബിഹാ ഹത്താ യുഗ്ഫർ, നമുക്ക് മാഫാക്കുന്നത് വരെ ആ സൂറത്ത് നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചൊല്ലും. തുൻജി മിൻ അദാബിൽ ഖബർ, ഖബർ ശിക്ഷയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന സൂറത്താണത്. ഇതൊക്കെ സഹോദരങ്ങളെ ബാക്കി ഉണ്ടാവുകയുള്ളൂ. ഈ പഠിച്ചതും ഈ പഠിപ്പിച്ചതും എല്ലാം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ എന്നൊരു ബോധത്തോടു കൂടി നമ്മൾ അങ്ങനെയുള്ള ഒരു ലൈഫ്. അതല്ലാതെ തിന്നു കുടിച്ച് മതിച്ച് രമിച്ച് അങ്ങനെ മണ്ണോട് മണ്ണ് ചേരാനുള്ളതല്ല. പരീക്ഷണങ്ങൾ വരും, അതിലൊക്കെ നമുക്കൊരു പ്രതീക്ഷയും കാവലും എന്താണ്? ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിലൂടെ പോകുന്നു, അതിനെനിക്ക് സവാബ് ഉണ്ടാകും ഒരു പ്രതീക്ഷയാണ്. അതല്ലാതെ നഷ്ടങ്ങളൊക്കെ വെറും നഷ്ടങ്ങളായിരിക്കും. ലാഭം കിട്ടുക ആ ഒരു ഹോപ്പുള്ള ആളുകൾക്കേ ഉള്ളൂ. അതുകൊണ്ട് പരീക്ഷണങ്ങളിൽ ക്ഷമിക്കാൻ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരായ ആളുകൾ, തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവർ, ഈ ലോകം വിട്ടുകൊണ്ട് മൺമറഞ്ഞവരായ ഇണകൾ നഷ്ടപ്പെട്ടവര്. ഒരു സഹോദരന്റെ വൈഫ് പ്രസവിച്ച് 3 ആൺമക്കൾ, ഒന്ന് അപ്പം തന്നെ മരിച്ചു, ഒന്ന് വെന്റിലേറ്ററിലാണ്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള പ്രതീക്ഷകൾ കാലങ്ങളോളം കാത്തിരുന്ന് ആശിച്ചുകൊണ്ട് കിട്ടിയ മക്കൾ, അതെ അവരെ റൂഹ് പിടിക്കപ്പെടുമ്പോൾ, അതുപോലെ തന്നെ ശാരീരികമായി പ്രയാസമുള്ള ഡെലിവറി ആയിട്ടുണ്ട്. പക്ഷെ എന്താ, ആ ഡെലിവറിയിൽ പ്രയാസങ്ങൾ ഉണ്ടായി, കൈ ഉയർത്താൻ സാധിക്കുന്നില്ല, 10-15 ദിവസമായ മക്കൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ. എന്താ, ദുആയല്ലാതെ യാതൊരുവിധ പരിഹാരവും ഒരു സൊല്യൂഷനും ഇല്ല. റബ്ബ് കൈനീട്ടിയിരിക്കുന്നു എല്ലാ സമയത്തും. നമ്മുടെ പ്രോബ്ലംസിന് സൊല്യൂഷൻ അതാണ്. റബ്ബിലേക്ക് തിരിയുക, റബ്ബിലേക്ക് കൈകൾ ഉയർത്തുക, റബ്ബിനോട് മാത്രം. ഒരു ദർഗയിലുമല്ല, ഒരു തങ്ങളുടെയും ഒരു ബീവിയുടെയും അടുക്കലല്ല, ഒരു ചരടിലും ഒരു ഏലസിലും അല്ല. പിന്നെയോ റബ്ബിൽ തവക്കുലാക്കുക. വൈദാ മരിൽതു വഹുവ യശ്ഫീൻ, ഞാൻ ഉഷാറില്ലാതായാൽ എനിക്ക് ശിഫ നൽകുന്നത് എൻ്റെ റബ്ബ് മാത്രമാണ് എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി സഹോദരങ്ങളെ, നല്ലൊരു തർബിയത്ത് അതായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദുനിയാവ് നശ്വരമാണ്, നൈമിഷികമാണ്.
അതേ മരണം അല്ലാഹു വിധിച്ചിട്ടുണ്ട്. ഏത് സമയത്ത് അത് ഒരിക്കലും മുൻകടക്കുകയില്ല, ആ സമയത്ത് തന്നെ അതുണ്ടാവും. ആയത്തുകൾ നമുക്ക് ഓർമ്മിപ്പിക്കുന്ന അതാ, നിങ്ങളെ പിടിക്കാൻ റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ അത് റെഡിയായിട്ടുണ്ട്. നിങ്ങൾ ഏത് മരണത്തിൽ നിന്നാണ് ഒളിക്കുന്നത്, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങളെ അത് തേടിയെത്തും. ഇന്ന് അവനാണെങ്കിൽ, ഇന്ന് അവളാണെങ്കിൽ നാളെ നമ്മളാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ ഒരു ഓർമ്മപ്പെടുത്തൽ ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് ഫായിദ ഉണ്ടാകും, വെറുതെ വന്ന് പോകാനല്ല. പിന്നെയോ ഈ ഖുത്ബകളും വഅദുകളും ഉപദേശങ്ങളും മുസ്ലിമീങ്ങൾക്ക്, ഈമാനുള്ളവർക്ക് പ്രയോജനം ചെയ്യും. എന്തിന്? മാറാനും മാറ്റാനും, ജീവിതം ഒന്ന് തർത്തീബാക്കാൻ. ഇങ്ങനെയൊന്നും മതിയായില്ലല്ലോ, ഇങ്ങനെയൊന്നും ആയാൽ ശരിയാവില്ലല്ലോ, ഒരു ഷെഡ്യൂൾ ആക്കേണ്ടതുണ്ടല്ലോ ജീവിതം. അതുകൊണ്ട് മക്കളെയൊക്കെ സഹോദരങ്ങളെ തർബിയത്ത് ചെയ്യുന്ന വിഷയത്തിൽ ഏറെ ജാഗ്രതയാക്കണം. മക്കളെ കൊണ്ട്, ആൺമക്കളാവട്ടെ പെൺമക്കളാവട്ടെ, അവരൊക്കെ നമുക്ക് ഈ ദുനിയാവിൽ തന്നെ ശാപമാകുന്ന ഒരവസ്ഥയില്ലാതിരിക്കാൻ, മക്കളെ കൊണ്ട് നമുക്ക് കൺകുളിർമ കിട്ടാൻ ഓരോന്നും ജാഗ്രതയോടുകൂടി അവരെന്ത് പഠിക്കുന്നു, അവരെന്ത് കാണുന്നു, അവരെന്താണ്, അവരുമായിട്ടുള്ള അവരാരുമായിട്ടുള്ള കണക്ഷനുകളാണ്, ഇതെല്ലാം നമ്മൾ ചെറിയവരാവട്ടെ വലിയവർ എല്ലാ മക്കളും. അതുകൊണ്ട് കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ, സാഹചര്യം അങ്ങനെയാണ്. പിശാച് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ, പിശാചിന്റെ കാൽപ്പാടുകൾ നിങ്ങൾ പിന്തുടർന്ന് പോകരുത്. സയ്യന ലഹുമു ശൈത്താൻ അഅമാലഹും, ശൈത്താൻ ഇങ്ങനെ നല്ലതാക്കി തോന്നിക്കും. അതൊരു ടൈം പാസ്സായി കുറച്ച് സമയത്തേക്ക് മാത്രം. പിന്നീട് സഹോദരങ്ങളെ, നമ്മുടെ ദീനും നമ്മുടെ ഇസ്സത്തും നമ്മുടെ ജീവിതവും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയായിരിക്കും. അതുകൊണ്ട് വല്ലദീന ആമനു വത്തബഅതുഹും ദുരിയത്തുഹും ബിഈമാനിൻ അൽഹഖനാ ബിഹിം ദുരിയത്തുഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ഷൈഇൻ കുല്ലു ഇംറിഇൻ ബിമാ കസബ റഹീൻ. സൂറത്തു തൂറിലെ ആയത്ത്, ഈമാനോടുകൂടി ജീവിച്ച ഉമ്മയും ബാപ്പയും അതിന്റെ കൂടെ തന്നെ മക്കളും ഉണ്ടെങ്കിൽ ആ ഫാമിലിയെ ഒട്ടിಗೆ എല്ലാവരെയും ഒന്നിച്ച് സ്വർഗത്തിലേക്ക് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവേശിപ്പിക്കുന്നതാണ്. അവിടെ വെച്ചുകൊണ്ട് അവരെ കുടിക്കുന്ന പാനീയങ്ങൾ കുടിക്കുന്ന, പരസ്പരം സംസാരിക്കുന്ന വാക്കുകൾ സൂറത്ത് തൂറിൽ നമുക്ക് കാണാൻ സാധിക്കും. വഖബല ബഅദുഹും അലാ ബഅദിൻ യതസാഅലു, അവരിനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതെ, എന്തായിരുന്നു? ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫിഖീൻ ഫമന്നല്ലാഹു അലൈനാ വവഖാനാ മിൻ അദാബിസ് സുമൂം. അതെ, ഞങ്ങൾ പേടിച്ചാണ് ദുനിയാവിൽ ജീവിച്ചത്. ഹറാമിൽ പെട്ടുപോകുമോ, അതെ മക്കള് ായി പോകുമോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞങ്ങൾ ദുനിയാവില് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല തർബിയത്തില്, നല്ല കൺട്രോളിലാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു ഞങ്ങൾ അനുഗ്രഹിച്ചു. രോമകൂപങ്ങളിൽ തുളച്ചു കയറുന്ന കഠിനമായ ശിക്ഷയിൽ നിന്ന് അല്ലാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്ന ഒരു കൂട്ടവരുണ്ട്, അവിടെയുണ്ട്. അതല്ലാതെ ബാപ്പയും ഉമ്മയും എല്ലാം നല്ലവരായാൽ അവരുടെ കൂടെ മക്കളെയും പ്രവേശിപ്പിക്കുന്ന അവസ്ഥയും അതല്ല. എല്ലാവരും ശിർക്കിലും കുഫറിലും ബിദ്അത്തിലും ഹറാമിലുമാണ്. ദീനുമായി ഒരു ബന്ധമല്ല. അവരുടെ അവസ്ഥ എന്തായിരുന്നു? അവർക്ക് തിന്നണം, കുടിക്കണം, കുറെ ആസ്വദിക്കണം, കുറെ മൊബൈൽ യൂസ് ചെയ്യണം. അങ്ങനെ യാതൊരു ദീനിന്റെ അലാമത്തും വീട്ടിലുള്ള ജീവിതത്തിലുള്ള ഒരു സൂറത്ത് പോലും പഠിച്ചിട്ടില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ദുആ പോലും ചൊല്ലാതെ കിടന്ന ആളുകൾക്ക് സഹോദരങ്ങളെ നമ്മൾ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് റസൂൽ പഠിപ്പിച്ച സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ഏറെയുണ്ട്. അവിടുത്തെ ജീവിതം പഠിക്കുക, അത് പിന്തുടരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ മുന്നേറാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇഖ്ലാസോടുകൂടി ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പിതാക്കൾ മരിച്ചവരുണ്ട്, ഭാര്യമാർ മരിച്ചവരുണ്ട്, മക്കൾ മരണപ്പെട്ടവരുണ്ട്, മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, മക്കളെ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സാന്ത്വനവും സമാധാനവും നൽകുമാറാവട്ടെ. ഖൈറായ സആദത്തായ സന്തോഷകരമായ സൗഭാഗ്യകരമായ തയ്യിബത്തായ ഒരു ജീവിതം നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളിലും കുടുംബത്തിലുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തും ബറക്കത്തും നൽകുമാറാവട്ടെ. ഏത് സമയത്തും എവിടെ വെച്ച് മരിച്ചാലും ഈമാനോടുകൂടി മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദി അൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا توفنا مسلمين والحقنا بالصالحين. الله
اللهم لا تدع لنا ذنبا إلا غفرته ولا دينا إلا قضيته ولا ميتا إلا رحمته ولا مريضا إلا شفيته ولا بلاء إلا رفعته يا أرحم الراحمين. اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. اللهم اجعل قبور موتانا روضة من رياض الجنة ولا تجعل قبور موتانا حفرة من حفر النيران. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. قوموا إلى صلاتكم.